ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ഐക്യാൻ ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സർക്കിൾസിലെ ടു കോഡ്സ് ഇൻസൈഡ് എ സർക്കിൾ ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, അതിന് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ പഠിച്ചത്. എന്താണ് പഠിച്ചത്? നമ്മൾ ഒരു സർക്കിളിനകത്ത് കൂടെ പാസ് ചെയ്യുന്ന രണ്ട് കോഡ്സ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയമീറ്റർ അല്ലാത്ത രണ്ട് കോഡ്സിൻ്റെ കാര്യമാണ്. ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവ ഉണ്ടാക്കുന്ന രണ്ട് പാർട്സും അല്ലേ, എ ബി സി ഡി പി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ പി ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു സി പി ഇൻറ്റു പി ഡി അല്ലേ, അവയുടെ പാർട്സിൻ്റെ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ആണെന്നുള്ളത് പറഞ്ഞു അല്ലേ. അതുമാത്രമല്ല, അവയുടെ പാർട്സ് സൈഡ്സ് ആയിട്ട് വരുന്ന റെക്റ്റാങ്കിൾസിൻ്റെ ഏരിയാസും ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ്. ഈ ഒരു സെയിം പ്രോപ്പർട്ടിയുടെ സ്പെഷ്യൽ കേസാണ്. സ്പെഷ്യൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കോഡ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഇൻസൈഡ് ഓഫ് എ സ്ക്വയർ, സപ്പോസ് ഈ കോഡ്സിൽ ഒന്ന് ആ സർക്കിളിൻ്റെ ഡയമീറ്റർ ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിപ്പോൾ ഈ കോഡ് സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന കോഡാണ്. ദാറ്റ് മീൻസ് ദിസ് ഈസ് ദി ഡയമീറ്റർ. അതായത് ഇതാണ് പി ഒ എന്നുള്ളതാണ് ഈ സർക്കിളിലെ സെൻറ്റർ എന്നാണെന്നുണ്ടെങ്കിൽ എ ബി എന്ന് പറയുന്ന കോഡ് ഈ ഒരു സർക്കിളിലെ ഡയമീറ്റർ ആയിരിക്കും അല്ലേ. എ ബി ഈസ് ദി ഡയമീറ്റർ. ഓക്കെ. ഇനി അത് മാത്രമല്ല, ഇനി മറ്റൊരു കോഡ്, രണ്ട് കോഡ്സാണ് നമ്മൾ പറഞ്ഞതില്ലേ, അതിൽ മറ്റൊരു കോഡ് ഈ ഡയമീറ്ററിലും പെർപെൻഡിക്കുലറും കൂടി ആയിക്കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ കേസ്. അതായത് സപ്പോസ് ദി വൺ കോഡ് ഈസ് ദി ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ആൻഡ് ദി അനദർ കോഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി ഡയമീറ്റർ. ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് വെക്കുക. ഇത് എ ബി ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സി ഡി എന്ന് നെയിം ചെയ്യാം. അപ്പോൾ സി ഡി ഈസ് എ കോഡ് perpendicular to the diameter. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി പ്രകാരം നമുക്കിത് എങ്ങനെ എഴുതാം? ഈ ഒരു പോയിന്റ് സപ്പോസ് നമ്മൾ പി എന്ന് നമ്മൾ നെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എ പി ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു സി പി ഇൻറ്റു പി ഡി എന്ന് നമുക്ക് എഴുതിക്കൂടെ? എഴുതാം അല്ലേ. നേരത്തെ പ്രോപ്പർട്ടി പ്രകാരം അല്ലേ, ഇഫ് ടു കോഡ്സ് ഇൻസൈഡ് എ സർക്കിൾ ഇൻ്റർസെക്റ്റ് അറ്റ് എ പോയിന്റ് ആൻഡ് then the two parts of these two codes have the product which are equal അല്ലേ. ഡയമീറ്ററിന് പെർപെൻഡിക്കുലറായി വരക്കുന്ന ഏതൊരു കോഡിനെയും ആ ഡയമീറ്റർ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഡയമീറ്റർ അതിന് പെർപെൻഡിക്കുലറായി വരച്ച കോഡിനെ ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ അതായത് സി ഡി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലറായിട്ട് വരച്ച ഡയമീറ്ററിന് പെർപെൻഡിക്കുലറായിട്ട് വരച്ച ഒരു കോഡാണ്. അതുകൊണ്ട് തന്നെ സി പി എ ഈക്വലായിട്ട് പി എന്ന പോയിന്റിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട് എ ബി എന്ന ഡയമീറ്റർ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം സി പി ഈസ് ഈക്വൽ ടു പി ഡി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് സി പി ഇൻറ്റു പി ഡിക്ക് പകരം സി പി ഇൻറ്റു സി പി എന്ന് എഴുതിക്കൂടെ? അങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ എ പി ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു സി പി ഇൻറ്റു സി പി. സി പി ഇൻറ്റു സി പി മീൻസ് സി പി സ്ക്വയർ. ഓക്കെ. അതായത് അതിന് നമുക്ക് പ്രോപ്പർട്ടി ആയിട്ട് ഇങ്ങനെ പറയാം: ദി പ്രൊഡക്റ്റ് ഓഫ് ദി പാർട്സ് ഇൻറ്റു വിച്ച് എ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് കട്ട് ബൈ എ പെർപെൻഡിക്കുലർ കോഡ് ഈസ് ഈക്വൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഹാഫ് ഓഫ് ദി കോഡ് അല്ലേ. ഡയമീറ്ററിന് ഒരു സി ഡി എന്ന കോഡ് അതിനെ എ പി പി ബി എന്ന പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഇൻറ്റു വിച്ച് ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് കട്ട് ചെയ്തിട്ടുള്ളത് എ പി പി ബി എന്ന പാർട്സ് ആയിട്ടാണ് അല്ലേ. ആ ഒരു പാർട്സ് എന്താണെന്ന്, ആ പാർട്സിൻ്റെ പ്രൊഡക്റ്റ് എന്താണെന്നാണ് പറയുന്നത്. ആ പാർട്സിൻ്റെ പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഇറ്റ് ഈസ് ഈക്വൽ ടു ദി സ്ക്വയർ ഓഫ് ഹാഫ് ഓഫ് ദി കോഡ്. കോഡിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ ആണെന്ന് അല്ലേ. കോഡിൻ്റെ ഹാഫ് ഏതാ? സി പി അല്ലെങ്കിൽ പി ഡി. ഒന്നില്ലെങ്കിൽ സി പി സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ പി ഡി സ്ക്വയർ എന്ന് എഴുതാം, എങ്ങനെ വേണമെങ്കിലും എഴുതാം. അല്ലെങ്കിൽ ഈ കോഡിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ ആയിരിക്കും അല്ലേ ഈ ഡയമീറ്റർ കട്ടായിട്ടുള്ള ആ രണ്ട് പാർട്സിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ കോഡിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ ആയിരിക്കും എന്ന് നമുക്ക് പൊതുവായിട്ട് പറയാം. അപ്പോൾ ദിസ് ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ദി ഏർലിയർ കേസ്. ആദ്യം നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞ ആ പ്രോപ്പർട്ടിയുടെ സ്പെഷ്യൽ കേസാണിത്. എന്താണ് അതിൻ്റെ കണ്ടീഷൻ? എന്താണ്? അതിലൊരു കോഡ് ഡയമീറ്റർ ആയിരിക്കണം, മറ്റൊരു കോഡ് ഈ ഡയമീറ്ററിന് പെർപെൻഡിക്കുലറായിട്ട് വരച്ച ഒരു കോഡായിരിക്കണം. ഓക്കെ. ഇനി ഇത് നമുക്ക് ജോമെട്രിക്കലി ഈ കാര്യം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ എ പി എന്ന് പറയുന്നത് ഒരു ലെങ്ത്താണ്, പി ബി എന്ന് പറഞ്ഞാൽ മറ്റൊരു ലെങ്ത്താണ്. വൺ ലെങ്ത് ഇൻറ്റു അനദർ ലെങ്ത് അല്ലേ. ലെങ്ത് ഇൻറ്റു ലെങ്ത് എന്ന് പറയുമ്പോൾ അതിന് നമുക്കൊരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുടെ
രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. ഇഫ് എ പി ആൻഡ് പി ബി ആർ ടു സൈഡ്സ് ഓഫ് എ റെക്റ്റാങ്കിൾ, എ പി ഇൻറ്റു പി ബി വിൽ ബി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ അല്ലേ. എ പിയും പി ബിയും സൈഡ്സായിട്ട് വരുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയയാണ് എ പി ഇൻറ്റു പി ബി. ഓക്കെ, ഇനി സി പി എന്ന് പറയുന്നത് സി പി സ്ക്വയർ എന്ന് പറഞ്ഞാലോ, സി പി സ്ക്വയർ പറഞ്ഞാൽ ഒരു ലെങ്ത്തിൻ്റെ സ്ക്വയർ. ലെങ്ത്തിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കതൊരു സ്ക്വയറിൻ്റെ ഏരിയ ആയിട്ട് കണക്കാക്കിക്കൂടെ. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദി ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ആൻഡ് ദിസ് ഈസ് ദി ഏരിയ ഓഫ് എ സ്ക്വയർ. എന്താണ് അപ്പോൾ ഈ ഒരു സർക്കിളിന് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ ഒരു ഡയമീറ്റർ എത്ര ഭാഗങ്ങളായിട്ടാണോ കട്ടായിട്ടുള്ളത് ആ 2 ഭാഗങ്ങൾ സൈഡ്സായിട്ട് വരുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും പിന്നെ ആ കോഡിലെ പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ആ കോഡ്, ആ ഡയമീറ്ററിന് പെർപെൻഡിക്കുലറായി വരച്ചിട്ടുള്ള ആ കോഡിൻ്റെ ഹാഫ് സൈഡായിട്ട് വരുന്ന സ്ക്വയറിൻ്റെയും ഇവ രണ്ടിൻ്റെയും ഏരിയ ഈക്വലാണ് നമുക്ക് പറയാം. That is, the area of the rectangle formed of parts into which a diameter of a circle is cut by a perpendicular chord is equal to the area of the square formed by half the chord. അല്ലേ, അതായത് ഏതെങ്കിലും ഒരു ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ വരച്ച ഒരു കോഡ് വരച്ചു, നമ്മളൊരു കോഡ് വരച്ചു, അപ്പോൾ ഡയമീറ്റർ 2 ഭാഗങ്ങളായി മാറി. ആ 2 ഭാഗങ്ങൾ സൈഡ്സായിട്ട് വരുന്ന ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും പിന്നെ ആ കോഡിൻ്റെ ഹാഫ് സൈഡായിട്ട് വരുന്ന സ്ക്വയറിൻ്റെ ഏരിയയും എന്ന് പറയുന്നത് ഈക്വൽ ആണെന്ന് നമുക്ക് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടീനെ പറയാം. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. സപ്പോസ് നമുക്ക് ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്, ഗിവൻ റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. ആ ഒരു റെക്റ്റാങ്കിളുടെ സെയിം ഏരിയ വരുന്ന ഒരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പ്രോബ്ലം ഇതാണ്, കൺസ്ട്രക്ട് എ സ്ക്വയർ സച്ച് ദാറ്റ് ദി ഏരിയ ഓഫ് ദി സ്ക്വയർ ഈക്വൽസ് ദി ഏരിയ ഓഫ് ദി ഗിവൻ റെക്റ്റാങ്കിൾ എ ബി സി ഡി. ഒരു എ ബി സി ഡി റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ മെഷർമെൻറ്റ്സും ഒന്നും അറിയില്ല, നമുക്ക് ജസ്റ്റ് ഇതിന് നമുക്കൊരു സ്ക്വയറായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇത് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് കൺസ്ട്രക്ഷന് സ്റ്റെപ്പുകൾ എഴുതിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ആൾ വി ഹാവ് ടു ഇൻക്രീസ് ദി ലെങ്ത് ബി സി ഓഫ് ദി റെക്റ്റാങ്കിൾ എ ബി സി ഡി by its width സി ഡി എന്നുള്ള വിഡ്ത്തിൻ്റെ അല്ലെങ്കിൽ ഹൈറ്റ്, ആ ഹൈറ്റിനും കൂടി നമുക്ക് എന്തിലേക്ക് ആഡ് ചെയ്യണം, ഈ ബി സി എന്ന ലെങ്തിലൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് ഡി ലെങ്ത് വരുന്ന ഒരു ലൈൻ സെഗ്മെൻ്റ് ആണ് അപ്പോൾ കിട്ടുക അല്ലേ. ബി സി കൂടെ സി ഡി ലെങ്ത്തും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ബി സി പ്ലസ് സി ഡി വരുന്ന ഒരു ലൈൻ സെഗ്മെൻറ്റ് കിട്ടും. ഇനി അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അത് ചെയ്യാൻ സിമ്പിളാണ്. നമുക്ക് ഈ സി ഡി എന്നുള്ള ലെങ്ത്ത് ഇപ്പുറത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. അത് നമ്മൾ എന്ത് ചെയ്താൽ മതി, കോമ്പസിൽ സി ഡി എന്നുള്ള ലെങ്ത്ത് മെഷർ ചെയ്തിട്ട് ജസ്റ്റ് ഒരു ആർക്ക് അവിടെ നിന്ന് വരച്ചാൽ മതി അല്ലേ. ജസ്റ്റ് ഒരു ആർക്ക് വരക്കുക. അപ്പോൾ ഈ ആർക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എത്ര, ഈ ആർക്ക് സിയിൽ നിന്ന് ഈ ആർക്കിലേക്കുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് സി ഡിക്ക് ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ എന്നിട്ട് ബി സി ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു പോയിന്റിൽ വെച്ച് അത് മീറ്റ് ചെയ്യും അല്ലേ. ഈ പോയിന്റിന് അല്ലെങ്കിൽ ഇ എന്ന് കൊടുക്കാം. ഓക്കെ, കൺഫ്യൂഷൻ വേണ്ട. ഇ സച്ച് ദാറ്റ് സി ഡി ഈസ് ഈക്വൽ ടു സിഇ, സി ഡി സിഇയും ഈക്വൽ ആവുന്ന രീതിയിൽ അല്ലേ. അപ്പോൾ ബി ഇ എന്നുള്ളൊരു ലൈൻ സെഗ്മെൻറ്റ് കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്പർ 2 സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബി ഇ എന്നുള്ളത് ഡയാമീറ്റർ ആവുന്ന രീതിയിൽ നമ്മളൊരു സെമി സർക്കിൾ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യണം. താഴത്തോട്ട് ഒരു സെമി സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. സോ സ്റ്റെപ്പ് നമ്പർ 2 ഈസ് ഡ്രോ എ സെമി സർക്കിൾ സച്ച് ദാറ്റ് ലൈൻ സെഗ്മെന്റ് BE is its diameter. ആ ഒരു സെമി സർക്കിൾ വരക്കുക താഴത്തോട്ട് BE ഡയമീറ്റർ ആവുന്ന രീതിയിൽ. അപ്പോൾ എങ്ങനെയാണ് ഒരു ഗിവൺ ലെങ്ത് ഡയമീറ്റർ ആവുന്ന രീതിയിൽ എങ്ങനെ ഒരു സെമി സർക്കിൾ വരക്കുക. ഇത് ഡയമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മിഡ് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ സർക്കിളിൻ്റെ നമുക്ക് ഏതൊരു സെമി സർക്കിൾ ആണോ വേണ്ടത് ആ ഒരു സെമി സർക്കിളിൻ്റെ സെൻറ്റർ കിട്ടും അല്ലേ. ഈ BEയുടെ മിഡ് പോയിന്റ് അതിന് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ മിഡ് പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് കോമ്പസ് കൊണ്ട് വരച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെമി സർക്കിൾ വരക്കാൻ പറ്റും. അപ്പോൾ ഇത് മിഡ് പോയിന്റ് കാണാനൊന്നും ചെയ്യേണ്ട, ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ മതി. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് രീതി. നമുക്ക് ലെങ്ത് മെഷർ ചെയ്തിട്ട് നമുക്ക് എടുക്കുകയൊക്കെ ചെയ്യാം.
ബട്ട് നമുക്കൊരു കറക്റ്റ് ലെങ്ത്, ഒരു ഡെഫിനിറ്റ് ലെങ്ത് ഇല്ലാത്തൊരു ലൈനാണ് ഇത്. അതുകൊണ്ട് നമുക്ക് അതിന് പെർപെൻഡിക്കുലർ ബൈസെക്റ്റിംഗ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ ആണ് കൂടുതലായിട്ട് നന്നായിട്ട് അതിന് മിഡ് പോയിന്റ് വരക്കാൻ പറ്റുക. ബൈസെക്റ്റിംഗ് ലൈൻ വരക്കാൻ രണ്ട് BE എന്ന ആ ലൈൻ സെഗ്മെൻറ്റ് 2 എൻഡ് പോയിന്റ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു മോർ ദാൻ ഹാഫ് കോമ്പസിൽ മോർ ദാൻ ഹാഫ്, ഈ BE എന്ന ലെങ്ത്തിൻ്റെ മോർ ദാൻ ഹാഫിനേക്കാൾ കൂടുതൽ ഒരു വാല്യൂ എടുത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആർക്ക് 2 സൈഡിലും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, എന്നിട്ട് ആ കിട്ടുന്ന ആ ആർക്കുകൾ ജോയിൻ ചെയ്യുന്ന ആ ഭാഗം രണ്ടും കൂടി എന്ത് ചെയ്താൽ മതി, ജോയിൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും, ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും. ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇതിനെ മുറിച്ച് BE എന്ന സൈഡിനെ മുറിച്ചെടുക്കുന്ന പോയിൻ്റാണ് ഈ BEയുടെ മിഡ് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇതൊരു സെമി സർക്കിളിൽ ഇത് സെൻറ്റർ ആവുന്ന രീതിയിൽ നമുക്കൊരു സെമി സർക്കിൾ വരക്കാം. ഇത് നമുക്ക് ജസ്റ്റ് ഓന്ന് നെയിം ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഈ Oയിൽ നിന്നും ഇയിൽ നിന്നും ലെങ്ത് എടുക്കുക, OE റേഡിയസ് ആവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു സെമി സർക്കിൾ വരക്കാം. ഓക്കെ, ദെൻ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ABCD എന്ന റെക്റ്റാങ്കിളിൻ്റെ CD എന്നുള്ള ആ ഒരു സൈഡ്, ആ ഒരു വിഡ്ത്ത് എന്ത് ചെയ്താൽ മതി, താഴത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ സെമി സർക്കിളിൽ കട്ട് ചെയ്യുന്ന രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. എന്നിട്ട് ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. ആ പോയിന്റ് മാർക്ക് ചെയ്ത ആ പോയിന്റിന് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു നെയിം കൊടുക്കുക. CD എന്നുള്ളത് എക്സ്റ്റെൻഡ് ചെയ്ത് ചെയ്യുമ്പോൾ സെമി സർക്കിൾ ഒരു പോയിന്റിൽ കട്ട് ചെയ്യും. ഈ കട്ട് ചെയ്യുന്ന പോയിന്റ് നമുക്ക് F എന്ന് നെയിം ചെയ്യാം അല്ലേ. CF എന്നുള്ളൊരു ലൈന് കിട്ടും. ഈ CF ആയിരിക്കും നമുക്ക് വരക്കാൻ പോകുന്ന സ്ക്വയർ, നമുക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യനിൽ ചോദിച്ച സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് CF ആയിരിക്കും. ഓക്കെ, extend the width സ്ക്വയറിൻ്റെ സൈഡായിരിക്കും CF. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യേണ്ട, CF സൈഡ് ആവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു സ്ക്വയർ വരച്ചാൽ മതി അല്ലേ. സ്ക്വയറിൻ്റെ സൈഡ് നമുക്ക് ഓൾറെഡി കിട്ടിയപ്പോൾ ഒരു സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ 4 സൈഡ് ഈക്വലായ 4 ആംഗിൾസും പെർപെൻഡിക്കുലർ 90 ഡിഗ്രി ആയ ഒരു സ്ക്വയർ വരച്ചാൽ മതിയല്ലോ അല്ലേ. F എന്ന സൈഡ് ലെങ്ത് വരുന്ന ഒരു സ്ക്വയർ നമുക്ക് കൺസ്ട്രക്ട് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, CF എന്നുള്ള സൈഡ് ലെങ്ത് എന്ത് ചെയ്യുക, നമുക്ക് കോമ്പസിൽ എടുക്കുക. കോമ്പസിൽ CF എന്നുള്ള ലെങ്ത് എടുക്കുക. എന്നിട്ട് ലെങ്ത്ത് ഈ CEനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ലൈനിൽ കട്ട് ചെയ്യാം. ഓക്കെ, CEയിലും Fൻ്റെ അവിടെയും കട്ട് ചെയ്യാം. നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരക്കാം. അല്ലെങ്കിൽ ഇവിടെ ഒരു ആംഗിൾ, സ്ക്വയറിൻ്റെ ആംഗിൾസ് ഒക്കെ 90 ഡിഗ്രി ആണല്ലേ. അപ്പോൾ പെർപെൻഡിക്കുലർ ലൈൻ വരക്കാൻ എന്ത് ചെയ്താൽ മതി, കോമ്പസ് യൂസ് ചെയ്തിട്ട് വരക്കാം. F എന്നുള്ള പോയിന്റിൽ എവിടെയാണ് ആംഗിൾ വേണ്ടത്, 90 ഡിഗ്രി വേണ്ടത്, അവിടെ നമുക്ക് ഇങ്ങനെ ഒരു ആർക്ക് വരക്കാം. എന്നിട്ട് ഇത് കട്ട് ചെയ്ത ഈ ഭാഗത്തു നിന്ന് മോർ ദാൻ ഹാഫ് എടുക്കുക. മോർ ദാൻ ഹാഫിലൊരു ആർക്ക് ലെങ്ത് എടുക്കുക. ഇത് ഈ 2 ലൈൻസ് ഈ പോയിന്റ്സ് ജോയിൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി, ഒരു 90 ഡിഗ്രി ലൈൻ കിട്ടി. ഈ 2 ലൈൻസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, CF എന്നുള്ള അപ്പോൾ നമുക്ക് CF ഈ ലൈനിന് നമുക്ക് EF G E ഡാഷ് CF G E ഡാഷ് എന്നുള്ളൊരു സ്ക്വയർ നമുക്ക് കിട്ടും അല്ലേ. ഈ ഒരു സ്ക്വയറാണ് നമുക്കിപ്പോൾ റിക്വയർഡ് സ്ക്വയർ. അപ്പോൾ ഇതിൽ നോക്കുക, നമ്മുടെ പ്രോപ്പർട്ടി പ്രകാരം എന്താണ്, ABCD എന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും, ഏരിയ ഓഫ് ABCD എന്ന് പറയുന്നത് എത്രയായിരിക്കും, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് അല്ലേ. അപ്പോൾ BC ഇൻറ്റു CD ആയിരിക്കും അല്ലേ. BC ഇൻറ്റു CD എന്നാൽ BC CDയും CEയും ഈക്വൽ. അപ്പോൾ BC ഇൻറ്റു CE എന്ന് നമുക്ക് എഴുതാം. BC ഇൻറ്റു CE.
ബി സി ഇൻറ്റു സി ഇ എന്നുള്ളത് ഡയമീറ്റർ ആയിട്ട് വരുന്ന ഒരു സെമി സർക്കിൾ വരച്ചില്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു സർക്കിൾ വരക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബി സി ഇൻറ്റു സി ഇനെ പെർപെൻഡിക്കുലർ ആയിട്ട് വരക്കുന്ന കോഡായിരിക്കും ഈ ഡി എഫ് അല്ലേ. ഈ ഡി എഫ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡയമീറ്ററിന് പെർപെൻഡിക്കുലറായി വരക്കുന്ന ഒരു കോഡാണ് കിട്ടുക. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സി എഫ് എന്ന് പറയുന്നത് ആ കോഡിൻ്റെ ഹാഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പ്രോപ്പർട്ടി എന്താണ്? ഒരു ഡയമീറ്ററിനെ ഒരു കോഡ് പെർപെൻഡിക്കുലർ ആയിട്ട് ബൈസെക്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ, പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു കോഡ് വരുന്നുണ്ടെങ്കിൽ ആ ഡയമീറ്ററിനെ ആ കോഡ് ഡിവൈഡ് ചെയ്ത ആ രണ്ട് പാർട്സ്, ആ എ സി ഇവിടെ ബി സിയും സിയും, അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആ കോഡിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ ആണ് അല്ലേ, സി എഫിൻ്റെ സ്ക്വയർ ആണ്. അപ്പം സി എഫ് സ്ക്വയർ, ബി സി ഇൻറ്റു സി ഈസ് ഈക്വൽ ടു സി എഫ് സ്ക്വയർ നമുക്ക് കിട്ടിയില്ലേ. സി എഫ് വിൽ ബി ഈക്വൽ ടു സി എഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? സി എഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സി എഫ് സ്ക്വയർ ഈസ് ദി ഏരിയ ഓഫ് സ്ക്വയർ. നമ്മളിപ്പോൾ കൺസ്ട്രക്ട് ചെയ്ത സ്ക്വയറിൻ്റെ സി എഫ് ജി ഇ ഡാഷ് എന്ന സ്ക്വയറിൻ്റെ ഏരിയ ആണ് സി എഫ് സ്ക്വയർ എന്ന് പറയുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ച പോലെ തന്നെ എ ബി സി ഡി എന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, അതേ സെയിം ഏരിയ വരുന്നുള്ള ഒരു സ്ക്വയർ നമുക്കിവിടെ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇനി now CFG dash is the CFEG dash is the required square. ഇനി ഈ ഒരു പ്രോപ്പർട്ടീസ് തന്നെ മറ്റൊരു തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഒരു ഗിവൺ ഏരിയ തന്നിട്ടുണ്ടാവും, ആ ഏരിയ ഉള്ള ഒരു സ്ക്വയർ നമ്മളോട് കൺസ്ട്രക്ട് ചെയ്യാൻ പറയുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു ഗിവൺ ഏരിയ, ഇപ്പോൾ സപ്പോസ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട് 6 സെൻറ്റിമീറ്റർ സ്ക്വയർ, 6 സെൻറ്റിമീറ്റർ സ്ക്വയറുള്ള ഒരു ഏരിയ ഉള്ള ഒരു സ്ക്വയർ നമ്മളോട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും പറഞ്ഞിട്ടാണ്. അതായത് നമുക്കൊരു റെക്റ്റാങ്കിളും തന്നിട്ടില്ല, ഒരു ജസ്റ്റ് ഒരു ഏരിയ തന്നിട്ടുണ്ട്, ആ ഏരിയയിലുള്ള ഒരു സ്ക്വയർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. 6 സെൻറ്റിമീറ്റർ സ്ക്വയറിലെ ഏരിയ ഉള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിൽ നോക്കേണ്ടത് കാര്യം, ഫൈൻഡ് 2 നമ്പേഴ്സ് സച്ച് ദാറ്റ് ദി പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഈക്വൽ ടു 6 അല്ലേ. ഏതെങ്കിലും ഒരു നമ്പർ കണ്ടുപിടിക്കുക, 2 നമ്പേഴ്സ് കണ്ടുപിടിക്കുക, ആ നമ്പറിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം, 6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ 6 പ്രൊഡക്റ്റ് വരുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് 1 ഇൻറ്റു 6, 2 ഇൻറ്റു 3 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 ഇൻറ്റു 3 എടുത്ത് നോക്കാം. ഇനി 2 ഇൻറ്റു 3 എന്ന് പറയുന്നത് എന്തായിരിക്കും? 2ഉം 3യും സൈഡ്സ് വരുന്ന റെക്റ്റാങ്കിൾ ആയിരിക്കും അല്ലേ. 3യും 2ഉം സൈഡ്സ് വരുന്ന റെക്റ്റാങ്കിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 + 3 ലെങ്ത് വരുന്ന ഒരു ലൈൻ സെഗ്മെൻറ്റ് വരക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്, ടു കൺസ്ട്രക്ട് ഫൈൻഡ് 2 നമ്പേഴ്സ്, പ്രൊഡക്റ്റ് വരുന്ന 2 നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് 2ഉം 3യും കിട്ടി അല്ലേ. ഇനി ഡ്രോ ഈ 2 നമ്പേഴ്സിൻ്റെയും സമ്മായി എന്ന് വരുന്ന രീതിയിൽ ഒരു ലൈൻ സെഗ്മെൻറ്റ് വരക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ചൂസ് ചെയ്ത നമ്പേഴ്സ് 2ഉം 3 ആണ്. 2 ഇൻറ്റു 3 6 ആണ് അല്ലേ. അപ്പോൾ അത് സമ്മായി വരുന്ന ഒരു ലൈൻ സെഗ്മെൻറ്റ് വരക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ 2 ഇൻറ്റു 3ൻ്റെയും സമ്മ 2 + 3 5 ആണില്ലേ. അപ്പോൾ 5 സെൻറ്റിമീറ്റർ വരുന്ന ഒരു ലെങ്ത്, ഒരു ഇത് വരക്കുക, ലൈൻ സെഗ്മെൻറ്റ് വരക്കുക. നമുക്ക് ജസ്റ്റ് AB എന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിൽ എന്ത് ചെയ്യണം? നമുക്ക് 3 സെൻറ്റിമീറ്റർ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് നമുക്കതിന് P എന്നുള്ളൊരു പോയിന്റ് നെയിം ചെയ്യാം. കഴിഞ്ഞാൽ ഈ AB എന്നുള്ളത് ഡയമീറ്റർ ആവുന്ന രീതിയിൽ നമ്മളൊരു സെമി സർക്കിൾ വരക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് AB ആണ് ലൈൻ സെഗ്മെൻറ്റ്. അപ്പോൾ AB ഡയമീറ്റർ ആവുന്ന രീതിയിൽ ഒരു സെമി സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യാം. ഇത് AB ഡയമീറ്റർ ആവുന്ന രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ മിഡ് പോയിന്റ് കാണണം, ABയുടെ മിഡ് പോയിന്റ് കാണണം അല്ലേ. ABയുടെ മിഡ് പോയിന്റ് കാണാൻ പിന്നെ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ മതി. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വെക്കുമ്പോൾ മിഡ് പോയിന്റ് കിട്ടും. മിഡ് പോയിന്റ് വെച്ചിട്ട് മിഡ് പോയിന്റിൽ കോമ്പസിൻ്റെ സെൻറ്റർ, കോമ്പസിൻ്റെ
ഒരു എൻഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെമി സർക്കിൾ വരക്കാൻ പറ്റും. സർക്കിൾ വരച്ചു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ പി എന്നുള്ളൊരു പോയിന്റ് ഉണ്ടല്ലോ. പി എന്ന പോയിന്റ് പറഞ്ഞാൽ 3 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്ററും മാർക്ക് ചെയ്തതാണ് അല്ലേ. 3 സെൻറ്റിമീറ്റർ വരുന്ന ആ ഒരു പി എന്നുള്ള പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. Now the next step is to draw a line perpendicular to point P to cut this semicircle at Q. അത് പി എന്നുള്ള ഒരു പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അത് ക്യൂ എന്നുള്ള പോയിന്റിൽ കട്ട് ചെയ്യും, സെമി സർക്കിളിനെ കട്ട് ചെയ്യും. അപ്പോൾ ഇതിന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ എങ്ങനെ വരക്കും? ഒരു 90 ഡിഗ്രി ആംഗിൾ വരച്ചാൽ മതി. 90 ഡിഗ്രി ആംഗിൾ എങ്ങനെ വരക്കുക, അതേപോലെ തന്നെ പെർപെൻഡിക്കുലർ ലൈൻ വരക്കുക. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരക്കുമ്പോൾ ആ ലൈന് നമ്മുടെ ഈ സെമി സർക്കിൾ ഒരു ഭാഗത്ത് കട്ട് ചെയ്യും. അത് നമ്മൾ ക്യൂന്ന് നെയിം ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ പി ക്യൂ ആണ് നമുക്ക് റിക്വയർഡ് സ്ക്വയറിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത്. നോ പി ക്യൂ ഈസ് ദി എഡ്ജ് വൺ സൈഡ് ഓഫ് ദി റിക്വയർഡ് സ്ക്വയർ. കാരണം നമുക്കറിയാം 3 × 2 3 സെൻറ്റിമീറ്റർ × 2 ആണ് അല്ലേ. 3 × 2 എന്ന് പറയുന്നത് 6 ആണ് അല്ലേ. അപ്പോൾ √6 ആയിരിക്കും ഈ പി ക്യൂവിൻ്റെ ഈ വാല്യൂ എന്ന് പറയുന്നത്. പി ക്യൂയുടെ ലെങ്ത് എന്ന് പറയുന്നത് √6 സെൻറ്റിമീറ്റർ ആയിരിക്കും. √6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം, ഈ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ഇറേഷണൽ ലെങ്ത്, ഇതേപോലെ √6 √8 എന്നൊക്കെ പറഞ്ഞിട്ട് ഇറേഷണൽ ലെങ്ത് ഉള്ള ലൈൻ സെഗ്മെൻറ്റ്സ് വരക്കാനായിട്ടും ഈ ഒരു പ്രോബ്ലം നമുക്ക്, ഈ ഒരു കൺസ്ട്രക്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ ഡ്രോ എ ലൈൻ സെഗ്മെൻറ്റ് ഓഫ് √6 സെൻറ്റിമീറ്റർ എന്ന് ചോദിച്ചാലും നമ്മൾ ഈ ഒരു സ്റ്റെപ്സ് തന്നെയാണ് ഫോളോ ചെയ്യുക. എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, 6 പ്രൊഡക്റ്റായി വരുന്ന 2 നമ്പേഴ്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ 2 നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് ആ ഒരു ലെങ്ത്തിൽ നമ്മൾ ആദ്യം ലൈൻ സെഗ്മെൻറ്റ് വരക്കുന്നു. എന്നിട്ട് ആ 2 ആഡ് ചെയ്തത് ആ 2 നമ്പേഴ്സിന് നമ്മുടെ മാർക്ക് ചെയ്തിട്ട് ഒരു പോയിന്റ് ഇടുന്നു. എന്നിട്ട് ആ ലെങ്ത് വെച്ച് ഡയമീറ്റർ ആവുന്ന രീതിയിൽ ഒരു സെമി സർക്കിൾ വരക്കുന്നു. പിന്നെ നമ്മൾ മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ വരക്കണം. പെർപെൻഡിക്കുലർ ലൈന് ആ സെമി സർക്കിൾ മീറ്റ് ചെയ്യുന്ന ആ ഭാഗം വരെ ആയിരിക്കും നമുക്ക് റിക്വയർഡ് ലെങ്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ √6 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലെങ്ത്ത് ഉള്ള ഒരു ലൈൻ സെഗ്മെൻറ്റ് വരക്കാനും നമുക്ക് ഈ പ്രോബ്ലം യൂസ് ചെയ്യാം. 6 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു സ്ക്വയറിനെ വരക്കാൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏത് വരെ നമ്മൾ പി ക്യൂ എന്നുള്ള ഒരു എഡ്ജ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. സ്ക്വയറിൻ്റെ √6 സെൻറ്റിമീറ്റർ ഉള്ള ഒരു എഡ്ജ് കിട്ടി. ഇനി ഈ ഒരു പി ക്യൂ എഡ്ജുള്ള വേറെ സ്ക്വയർ നമുക്ക് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാം. ചെയ്തിട്ട് നമ്മൾ സ്ക്വയർ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ പി ക്യൂ എന്നുള്ള ലെങ്ത്ത് എവിടേക്കൊക്കെ കൊടുക്കണം. ഈ പി ക്യൂ എന്നുള്ള ലെങ്ത്ത് കോമ്പസിൽ മെഷർ ചെയ്തിട്ട് √6 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. മെഷർ ചെയ്തിട്ട് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ക്യൂവിൽ വെച്ചിട്ട് നമുക്കൊരു ആർക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ക്യൂവിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്കൊരു 90 ഡിഗ്രി ലൈൻ ആംഗിൾ വരക്കാം, അല്ലെങ്കിൽ ഒരു ക്യൂവിൻ്റെ അവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരക്കാം. നമുക്ക് സ്ക്വയറിൻ്റെ മറ്റൊരു സൈഡ് കിട്ടാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് നമ്മൾ ആർക്കൂടെ ഓൾറെഡി വരച്ചിട്ടുണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു പി ക്യൂ. നമുക്കിതിന് ആർന്ന് നെയിം ചെയ്യാം. ഈ ആർന്നുള്ള പോയിൻറ്റും താഴത്തുള്ള ആ പോയിൻറ്റും കൂടി നമുക്ക് ജോയിൻ ചെയ്യാം. ഈ പോയിന്റിൽ നമുക്ക് എസ് എന്ന് നെയിം ചെയ്യാം. ഓക്കെ അപ്പോൾ നമുക്ക് √6 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈൻ സെഗ്മെൻറ്റ് വരക്കാൻ പറ്റി. 6 സെൻറ്റിമീറ്റർ സ്ക്വയറിലൊരു സ്ക്വയറും നമുക്ക് വരക്കാൻ പറ്റി അല്ലേ. √6 × √6 എത്രയാണ്? 6 സെൻറ്റിമീറ്റർ സ്ക്വയറിലൊരു നമുക്ക് ഒരു ഏരിയ വരുന്ന ഒരു സ്ക്വയർ നമുക്കിവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. നൗ പി ക്യു ആർ ഇസ് ദി റിക്വയർഡ് സ്ക്വയർ.